ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെൻസ് ടെക് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊട്ടക്ഷൻ ആ ചാപ്റ്ററാണ് നോക്കുന്നത്. കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിന്. അതായത് നിയമങ്ങളെക്കുറിച്ച്, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കൺസ്യൂമർ എന്താണ് അല്ലെങ്കിൽ കൺസംഷൻ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഈ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ഒരുള്ള ഈസി വേയിലുള്ള അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടാതെയുള്ള ഒരു കൺസംഷൻ നടത്തുന്നതിന് ഇന്ത്യയിൽ പ്രാബല്യമുള്ള നിയമങ്ങൾ ഏതാണ് അല്ലെങ്കിൽ ഭരണപരമായ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പോയിൻറ്റ്സ്. അതൊക്കെ ഏതാണെന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് 1986 വന്നിട്ടുള്ളത്. അതാണ് കൺസ്യൂമർ സംരക്ഷണത്തിനുള്ള, ഉപഭോക്തൃ സംരക്ഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിന് തന്നെയായിട്ട് മറ്റു ചില പ്രധാനപ്പെട്ട നിയമങ്ങൾ കൂടിയുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള അങ്ങനെയുള്ള ചെറിയ നിയമങ്ങളെ പറഞ്ഞു വന്ന് അവസാനം 1986 ആക്ടിലോട്ട് പോകാം. സോ ഫസ്റ്റ് ആക്ട് വന്നത് 1930 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, സാധന വിൽപ്പന നിയമം. സെയിൽ ഓഫ് ഗുഡ് ആക്ട് എന്താണ് പറയുന്നത്? It ensures that the prescribed condition of sale are met while purchasing the product. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, സാധന വിൽപ്പന നിയമം ചെയ്യുന്നത്. ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെയൊക്കെ ലംഘനം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. അപ്പോൾ ഗ്യാരണ്ടി പ്രോബ്ലംസ് അല്ലെങ്കിൽ വാറണ്ടിയിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസസ്, ഇതിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അതെല്ലാം 1930 സാധന വിൽപ്പന നിയമം, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ നിയമമാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ട്, കാർഷികോൽപ്പന്ന നിയമം ഇൻ 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമമാണ് കാർഷികോൽപ്പന്ന അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം ഇൻ 1937. എന്താണ് പറയുന്നത്? കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുക, ഫോർ ഡിറ്റർമിനിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അത് നിശ്ചയിക്കുന്നത് ഏത് നിയമം വഴിയാണ്? 1937 കാർഷികോൽപ്പന്ന നിയമം വഴി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. എന്താണ്? അവശ്യ സാധന നിയമം. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എപ്പോഴായിരുന്നു? 1955. അവശ്യ സാധന നിയമം. കൊള്ളലാഭം അല്ലെങ്കിൽ പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്നൊക്കെ ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് 1955 അവശ്യ സാധന നിയമം. ദ ആക്ട് പ്രൊട്ടക്ട്സ് ലൈക്ക് കൺസ്യൂമർ ഫ്രം സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ഹോർഡിംഗ്, ബ്ലാക്ക് മാർക്കറ്റിംഗ് എക്സെട്ര. അതായത് കൊള്ളലാഭം അല്ലെങ്കിൽ പൂഴ്ത്തിവെപ്പ്, ഹാർഡിങ്, ദെൻ കരിഞ്ചന്ത, അതിൽ നിന്നൊക്കെ ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് അവശ്യ സാധന നിയമം, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഇൻ 1955. നെക്സ്റ്റ് വൺ ഈസ് വെയ്റ്റ്സ് ആൻഡ് മെഷർ ആക്ട് 1976. അളവ് തൂക്ക നിലവാര നിയമം. അളവിലും തൂക്കത്തിലുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനാണ് 1976 എസെൻഷ്യൽ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 1976 വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട്, അളവ് തൂക്ക നിലവാര നിയമം എന്താണ്? ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻറ്റിങ് ചീറ്റിംഗ് ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമമാണ് 1976 അളവ് തൂക്ക നിലവാര നിയമം. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട 4 നിയമങ്ങൾ. ഇതിന് ശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1976 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്.
അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട് നമുക്ക്. സോ ആദ്യം നമുക്ക് ഈ ഓരോ നിയമം ഒന്നും കൂടി പറയാം. ഏതായിരുന്നു ഫസ്റ്റ് നിയമം എന്നാ വന്നത്? 1930. എന്തിനെ കുറിച്ചുള്ളതായിരുന്നു 1913 വന്നത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. എന്തായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്? സാധന വിൽപ്പന നിയമം. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് സാധന വിൽപ്പന നിയമം ഇൻ 1930. ഗ്യാരണ്ടി, വാറണ്ടി അല്ലെങ്കിൽ സെയിൽ കഴിഞ്ഞിട്ടുള്ള സർവീസസ് അതൊക്കെ ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതിനുശേഷം വന്നതാണ് 1937 കാർഷികോൽപ്പന്ന നിയമം, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അതായത് ഗൈഡിങ് ആൻഡ് മാർക്കിംഗ് നിയമം. എന്താണ്? കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമമാണ് 1937 അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ട്. ദെൻ അവശ്യ സാധന നിയമം, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഇൻ 1955. 1955 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്പ് അല്ലെങ്കിൽ കരിഞ്ചന്ത, ബ്ലാക്ക് മാർക്കറ്റിംഗ് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഒരു കൺസ്യൂമറിന് സംരക്ഷണം നൽകുന്നതാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. അത് കഴിഞ്ഞിട്ട് അളവ് തൂക്ക നിലവാര നിയമം, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1976. എന്താണ്? അളവിലും തൂക്കത്തിലൊക്കെ വരുന്ന ചീറ്റിങ്ങിനെതിരെയുള്ള നിയമമാണ്. അതിനു വേണ്ടി എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്ന നിയമമാണ് എന്ത്? വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 76. എന്താണ്? 30 പ്രോപ്പറായിട്ട് തന്നെയാണ് വിൽപ്പന നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സാധന വിൽപ്പന നിയമം. വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ട്, ഒരു വസ്തുവിൻ്റെ വിൽപ്പന നടക്കുമ്പോൾ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള നിയമം 1930. അത് കഴിഞ്ഞിട്ട് 37 കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമം. അത് കഴിഞ്ഞിട്ട് 55 എന്തായിരുന്നു? എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്താ പറയുന്നത്? കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്പ്, ബ്ലാക്ക് മാർക്കറ്റിംഗ് അതിൽ കൺസ്യൂമറിനുള്ള പ്രൊട്ടക്ഷൻ. ദെൻ മെഷേഴ്സ് ആൻഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് ഏതായിരുന്നു വർഷം? 1976 അളവിലും തൂക്കത്തിലൊക്കെ ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമം. ഓക്കെ, ഇത് കഴിഞ്ഞാണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്? 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഒരു ഉപഭോക്താവിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അതായത് കൺസ്യൂമറിന് എന്തൊക്കെയാണ് അവകാശങ്ങളുള്ളത്, ഉപഭോക്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അതായത് ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജുഡീഷ്യറി മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവന്നത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായിട്ടാണ്. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മൂലമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്താണ് കൺസ്യൂമർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ആൻഡ് സെറ്റപ്പ് സ്പെഷ്യൽ ജുഡീഷ്യറി മെക്കാനിസം ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് 1986 ആക്ട് പറയുന്നതെന്ന് വെച്ചാൽ, ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം എല്ലാ കൺസ്യൂമർക്കുമുണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നുള്ള അവകാശം ഓരോ കൺസ്യൂമറിനുമുണ്ട്. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശവും ഓരോ കൺസ്യൂമറിൻ്റെയും റൈറ്റാണ്. അധികാരികളുടെ മുന്നിൽ തർക്കങ്ങൾക്കു പരിഹാരം തേടാനുള്ള അവകാശവും ആർക്കുണ്ട്? കൺസ്യൂമറിനുണ്ട്. സോ നമ്മൾ പറഞ്ഞു ദെൻ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശമുണ്ട്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ നേടാനുള്ള അവകാശവുമുണ്ട്. സോ ഒരു ഉപഭോക്താവ് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉപഭോക്താവിനുള്ളത് എന്നുള്ളത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്തു. അതോടുകൂടി എന്തും കൂടി ചെയ്തു? ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജുഡീഷ്യറി മെക്കാനിസം കൂടി ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തു ഇല്ലേ? അപ്പം അത്തരത്തിലുള്ള ജുഡീഷ്യറി മെക്കാനിസത്തിന് പറയുന്ന പേരാണ് കൺസ്യൂമർ കോർട്ടുകൾ, ഉപഭോക്തൃ
കോടതികൾ. ഒരു ഉപഭോക്താവിന്, ഒരു കൺസ്യൂമറിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് കൺസ്യൂമർ കോർട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കൺസ്യൂമർ കോർട്സ് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരുന്ന പരാതികളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം അടക്കമുള്ള നീതി ഉപഭോക്താവിന് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള കൺസ്യൂമർ കോർട്സ് ഇന്ത്യയിൽ ഇന്ന് 3 തലത്തിലാണുള്ളത്. ത്രിതല ഉപഭോക്തൃ കോടതികളാണ് ഇന്ത്യയിൽ ഉള്ളത്. അതായത് ഡിസ്ട്രിക്ട് ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്, നാഷണൽ ലെവലിലും ഉണ്ട്. ഇപ്പോൾ ഈ ഓരോ ലെവലിലുമുള്ള കൺസ്യൂമർ കോർട്സിന് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്താണ് ഡിസ്ട്രിക്ട് ലെവലിൽ. ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഉപഭോക്തൃ കോടതി കൺസ്യൂമർ കോർട്ടിനെ നമ്മൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം എന്ന് പറയുമ്പോൾ 1 കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി പരിഹാരമുണ്ടാക്കുന്നു. ഇതിപ്പോൾ ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള എമൗണ്ട് ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ 20 lakhs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതല്ല, ഇപ്പോൾ 1 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിൽ ജില്ലാ ഉപഭോക്തൃ കോടതി പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. 1 കോടി വരെയുള്ളതിന് ജില്ലാ കോടതിയിൽ പോകാം. രണ്ടാമത്തേത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആകുമ്പോൾ 1 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാം. എത്രയാണ്? 1 to 10 crores. അതിന് മുകളിലാകുമ്പോഴാണ് നമ്മൾ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നത്. അതായത് 10 കോടിക്ക് മുകളിലാകുമ്പോൾ നമ്മൾ നാഷണൽ ലെവലിലുള്ള ഉപഭോക്തൃ കമ്മീഷനെ പോകണം. ഇത് തമ്മിൽ ഒരു കാര്യത്തിൽ കൂടി ഡിഫറൻസ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ആണെങ്കിൽ അവിടെ മെമ്പേഴ്സ്, ആ കോർട്ടിൻ്റെ ഘടന എങ്ങനെയാണെന്ന് വെക്കുമ്പോൾ എങ്ങനെയാണ്? പ്രസിഡൻറ്റും 2 അംഗങ്ങളും ഉള്ളതാണ് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ളത്. ഈ 3 കോർട്ടുകൾ തമ്മിലുള്ള മറ്റൊരു ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ളത് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രസിഡൻറ്റും 2 മെമ്പേഴ്സും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രസിഡൻറ്റും 2 മെമ്പേഴ്സും അടങ്ങുന്നത്. ഈ 3 പേരിൽ ഒരാളെങ്കിലും ഒരംഗമെങ്കിലും ആരായിരിക്കണം? വനിതയായിരിക്കണം. ദെൻ രണ്ടാമത്തേത് സംസ്ഥാന തലത്തിലും സെയിം തന്നെയാണ്. പ്രസിഡൻറ്റും 2 അംഗങ്ങളും ആണുള്ളത്. പക്ഷേ വേണമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ഡിസ്ട്രിക്റ്റിൽ പ്രസിഡൻറ്റും 2 അംഗങ്ങളേ ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റിൽ നോർമലി പ്രസിഡൻറ്റും 2 അംഗങ്ങളും ആണ്. കൂടുതൽ മെമ്പേഴ്സിനെ വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. നാഷണൽ ലെവലിലാകുമ്പോൾ എത്ര പേരുണ്ട്? പ്രസിഡൻറ്റും 4 കുറയാത്ത അംഗങ്ങളും വേണം. പ്രസിഡൻറ്റും 4 പേരും വേണം. മിനിമം 4 മെമ്പേഴ്സും വേണം. കൂടുതൽ പേരിനെ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ നാഷണൽ തലത്തിലാവുമ്പോൾ പ്രസിഡൻറ്റും +4 മെമ്പേഴ്സും മസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ ത്രിതല ഉപഭോക്തൃ സംരക്ഷണ കോടതികൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത്തരം കോടതികളുടെ നടപടിക്രമങ്ങളും ലളിതമാണ്. അതിവേഗ നീതി നമുക്ക് ഉറപ്പുവരുത്താം. അതുപിന്നെ കോടതി ചെലവൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരു ഉപഭോക്തൃ കോടതിയെ നമ്മൾ സമീപിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പരാതി സമർപ്പിക്കുക എന്ന് നോക്കുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ എഴുതിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കഷ്ടനഷ്ടങ്ങൾ എന്നുള്ളത് എഴുതിയിട്ട് സമർപ്പിക്കുക. പ്ലസ് ഒരു കോർട്ട് ഫീ കൂടിയുണ്ട്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിലും ചേഞ്ചസ് ഉണ്ട് കേട്ടോ. കറൻ്റ്ലി അപ് ടു 5 lakhs വരെയൊക്കെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല അപേക്ഷയോടൊപ്പം. പക്ഷേ എബോവ് 5 lakh to 10 lakh വരെയുള്ളതിനെ 200 രൂപ നമ്മൾ കോർട്ട് ഫീ ആയിട്ട് അപേക്ഷയോടൊപ്പം കൊടുക്കണം. അതായത് ആ കോമ്പൻസേഷൻ എമൗണ്ട് 5 lakh to 10 lakhൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ കോർട്ട് ഫീ ആയിട്ട് 200 rupees കൊടുക്കണം. 10 lakh to 20 lakh ആണെങ്കിൽ 400ഉം 20 lakh to 50 lakh ആണെങ്കിൽ 1000 rupeesഉം 50 lakh to 1 crore വരെയുള്ളതിന് 2000 rupeesഉം ആണ്. ഇപ്പം എന്താ പറഞ്ഞത്? 5 lakh വരെയുള്ളതിന് പ്രത്യേകിച്ച് കോർട്ട് ഫീ ഒന്നും ഇല്ല. പക്ഷേ 5 lakh to 10 lakh 200, 10 lakh to 20 lakh 400, 20 lakh to 50 lakh 1000 ആൻഡ് 50 lakh to 1 crore 2000. അങ്ങനെയാണ് കോർട്ട് ഫീസ്. അതും കൂടി വേണം.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മൂലം രൂപം കൊണ്ട കൺസ്യൂമർ കോഡ്സിനെ കുറിച്ചാണ് അല്ലേ. ഈ കൺസ്യൂമർ കോഡ്സിന് പുറമെ ത്രിതല ഉപദേശക സമിതികൾ 3 ലെവൽ അഡ്വൈസറി കൗൺസിലും ഈ ഒരു നിയമത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അതും 3 ലെവലിൽ തന്നെ, ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ ആൻഡ് നാഷണൽ ലെവലിൽ. അത്തരം കൗൺസിൽസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നുള്ളതാണ് ഈ സമിതികളുടെ ധർമ്മം. അപ്പോൾ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദീസ് കൗൺസിൽസ് ഈസ് ടു അഡ്വൈസ് the respective governments on consumer rights. എന്താണ് റെസ്പോൺസിബിലിറ്റി? The responsibility of these councils is to advise the respective governments on consumer rights. ഓക്കെ, ഇത്രയാണ് 1986 ലോവിനെ കുറിച്ച് പറയുന്നത്, ആക്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടി വന്ന നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു? 1930 ഒന്ന് വന്നു, ദെൻ 1937, 1955, 1976 ആൻഡ് 1986. ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് ഫസ്റ്റ് പറഞ്ഞിരുന്നു എന്ത്? ഈ ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടി നിയമങ്ങൾ വന്നിരുന്നു. പിന്നെന്ത് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്? ഭരണതലത്തിൽ റിച്ച് സംവിധാനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസവും കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അത്തരത്തിലുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ലീഗൽ മെട്രോളജി വകുപ്പ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. വെയ്റ്റ്സ് ആൻഡ് മെഷർ സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യുകയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. മെട്രോളജി പറയുമ്പോൾ തന്നെ നമുക്കറിയാം അളവ് തൂക്കങ്ങളിലൊക്കെ കണക്കുകളെല്ലാം ശരിയാണെന്ന് നോക്കുകയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എന്തായിരിക്കും ഫംഗ്ഷൻ? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളത്. ദെൻ തേർഡ് വൺ ഈസ് സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. മരുന്നുകളുടെ വില നിയന്ത്രിക്കുക, ഔഷധങ്ങളുടെ വില നിയന്ത്രിക്കുന്ന കമ്മിറ്റിയാണ് സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി. ആൻഡ് ഫോർത്ത് വൺ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ്? മരുന്നുകളുടെ ഗുണമേന്മയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് മെഡിസിൻസ് എൻഷുർ ചെയ്യുന്നതാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. കൺട്രോൾ ചെയ്യുന്നത്, ഗുണമേന്മയും സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്തുന്നത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. ദെൻ അടുത്തതാണ് ഫിഫ്ത്ത് വണ്ണാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഇറ്റ് എൻഷുവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അറ്റ് വേരിയസ് സ്റ്റേജസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, സെയിൽ ആൻഡ് ഇമ്പോർട്ട്. ഇപ്പോൾ ഉൽപ്പാദനം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ആരാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഡ്രഗ്സിൻ്റെ ഗുണമേന്മയും അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഏത് അഡ്മിനിസ്ട്രേഷൻ ലെവലാണ്? ആരാണ്? ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഫംഗ്ഷൻ എന്താ? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളത്. മെഷേഴ്സൊക്കെ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉറപ്പല്ലേ, അല്ലെങ്കിൽ പ്രോപ്പർ അല്ലേ എന്ന് ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? ലീഗൽ മെട്രോളജി വകുപ്പ്. ദെൻ മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നത് ആരാണ്? വില നിയന്ത്രിക്കുന്നത് ആരാണ്? സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി. നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എല്ലാം. ദെൻ അടുത്തത് ഏതാണ്? ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഈ പ്രൊഡക്ഷൻ്റെ സമയത്തും ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്തും
സ്റ്റോറേജിൻ്റെ സമയത്തും സെയിലായാലും ഇപ്പോൾ ഇമ്പോർട്ടായാലും ആ സമയത്തൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ആരുടെ ജോലിയാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഫുഡിൻ്റെ സ്റ്റാൻഡേർഡ് നല്ല സ്റ്റാൻഡേർഡുള്ള ഫുഡാണോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഫങ്ഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞ് സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നിലവാരം വിലയിരുത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിഹ്നങ്ങൾ നൽകി വരാറുണ്ട്. കുറച്ച് സിമ്പൽസ് നമ്മൾ കൊടുക്കും. ഒരു സിമ്പൽ കണ്ടിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്താൻ പറ്റും. അത്തരത്തിലുള്ള സിമ്പൽസിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ISI. ISI സിമ്പൽ എന്ന് പറയുന്നത് ഗിവൺ ബൈ ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടു എൻഷുർ ടു എൻഷുർ എ ഫിക്സഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഇലക്ട്രിക്കൽ അപ്ലയൻസസിലെ, സിമൻറ്റിലെ, പേപ്പറിലെ, പെയിൻറ്റിലെ, ഗ്യാസ് സിലിണ്ടറിലെ അങ്ങനെയൊക്കെ ഈ ഒരു സിമ്പൽ കാണാൻ പറ്റും. ഇപ്പോൾ ISI മാർക്ക് കാണാൻ പറ്റുന്നത് എവിടെയൊക്കെയാണ്? ഇലക്ട്രോണിക് അപ്ലയൻസസിൽ, ദെൻ സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ, അതിലൊക്കെ ISI സ്റ്റാമ്പ് കാണാൻ പറ്റും. രണ്ടാമത്തത് ISO. എന്താണ് ISO? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ certifies the quality of goods and services of more than 120 countries including India. International Organization for Standardization gives certification to different products and service institutions like hospitals, banks, etc. ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം ഒരു 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതാണ് ISO സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ISOയുടെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ ഭയങ്കര കോമൺ ആണല്ലോ. അപ്പോൾ ഇൻ്റർനാഷണലായിട്ട് വരുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള സിമ്പലാണ് ISO മാർക്ക്. അതിപ്പോൾ ആശുപത്രികൾ, ബാങ്കുകൾ തുടങ്ങിയ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം നൽകുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് സ്വർണ്ണാഭരണങ്ങളുടെ പ്യൂരിറ്റി സൂചിപ്പിക്കുന്ന സിമ്പൽ, BIS തന്നെയാണ് അതും കൊടുക്കുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഈ ഒരു സിമ്പലും കൊടുക്കുന്നത്. മെയിൻ ചെയ്യുന്നത് 100% ഹാൾമാർക്ക് ജ്വല്ലറി എന്നുള്ള മീനിങ് കാണിക്കുന്ന ആ സിമ്പലാണ് ഇത്, ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണലി ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സേഫ്റ്റി സാക്ഷ്യപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന സിമ്പലാണ് ഈ CE എന്നുള്ളത്. ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതാണ് CE ഈ സിമ്പൽ. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് അഗ്മാർക്ക് സിമ്പൽ. അഗ്മാർക്ക് സിമ്പൽ എന്തിനുള്ളതാണ്? കാർഷിക വന ഉൽപ്പന്നങ്ങൾ, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൻ്റെയും ഫോറസ്റ്റ് പ്രൊഡക്ട്സിൻ്റെയും ഗുണമേന്മ ഉറപ്പാക്കുന്നത് സിമ്പലാണ് അഗ്മാർക്ക് സിമ്പൽസ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ നമുക്കറിയാം കോമൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസിൽ ഇപ്പോൾ ഗ്രീൻ ആണെച്ചെങ്കിൽ വെജിറ്റേറിയൻ നടത്താം, റെഡ് ആണെച്ചെങ്കിൽ നോൺ വെജിറ്റേറിയൻ നടത്താം. അടുത്തതാണ് FPO. എന്താണ്? പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് FPO എന്നുള്ള സിമ്പൽ. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് FPO. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് FPO എന്നുള്ളത്. എന്ത് സർട്ടിഫൈ ചെയ്യുന്നതാണ് FPO? സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് പ്രൊസസ്ഡ് ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനൊക്കെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കേഷനാണ് FPO. ആദ്യം നമ്മൾ ISI മാർക്കിനെ കുറിച്ച് പഠിച്ചു. ISI സ്റ്റാമ്പ് ആരാണ് നൽകുന്നത്? BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നൽകുന്നതിനെ കുറിച്ച് പഠിച്ചു. ദെൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസിനും സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടറിലൊക്കെ ഉണ്ടാവാം. പിന്നെ ISO പറഞ്ഞാൽ ഇൻ്റർനാഷണലി വരുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റീൻ്റെ സർട്ടിഫിക്കേഷനാണ് ISO. ദെൻ BISൻ്റെ സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റി പറയുന്നത്, പ്യൂരിറ്റി പറയുന്നതും അതിനുള്ളൊരു സിമ്പിൾ കാണിച്ചു. ദെൻ CE എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസിൻ്റെ സേഫ്റ്റിയും സർട്ടിഫൈ ചെയ്യുന്നതാണ്. ദെൻ അഗ്മാർക്ക് എന്തിനാണ്? കാർഷികോൽപ്പന്നങ്ങളുടെയും ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങളുടെയും
ക്വാളിറ്റീനെ സൂചിപ്പിക്കുന്നത്. ദെൻ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ഗ്രീൻ, വെജിറ്റേറിയൻ, റെഡ്, നോൺ വെജിറ്റേറിയൻ. പിന്നെ ഈ ഫ്രൂട്ട്സിനും പച്ചക്കറികളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതാണ് FPO, ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്, ഈ പ്രോപ്പറായിട്ടുള്ള കൺസ്യൂമർ റൈറ്റ്സൊക്കെ എല്ലാവർക്കും വയലേറ്റ് ചെയ്യാതെ നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വേണം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൂടി വേണം. ആ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നമുക്ക് ബോധവൽക്കരണ പരിപാടികളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സിലബസിലെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടും ഒക്കെ നേടാമെന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് പഠിക്കുന്നത് നാഷണൽ കൺസ്യൂമർ ഡേ എന്നാണ് പറയുന്നത്. 1985 ഐക്യരാഷ്ട്രസഭ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സംബന്ധിച്ചിട്ടുള്ള മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം അംഗീകരിച്ചത് 1985. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയതും 1986 ഡിസംബർ 24 നിലവിൽ വന്നത്. അതുകൊണ്ട് ഡിസംബർ 24 നമ്മുടെ ദേശീയ ഉപഭോക്തൃ ദിനം, നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. കിട്ടിയോ? 1985 ഐക്യരാഷ്ട്രസഭയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിയത്. ദെൻ നെക്സ്റ്റ് ഇയർ ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കി എന്നായിരുന്നു 1986 ഡിസംബർ 24. അതുകൊണ്ട് ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചത് കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള വിവിധ നിയമങ്ങളെക്കുറിച്ചും അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെക്കുറിച്ചും ആണ്. അടുത്ത ചാപ്റ്റർ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.